നീയാം പാതി. രചന ദിജി കിഷോർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ദയമായി വരുന്നുണ്ട് കക്ഷി. ഇപ്പൊന്നും ചോദിക്കാൻ നിൽക്കണ്ട, പല്ലിന്റെ എണ്ണം കുറയും. സാവധാനം നമുക്ക് എല്ലാം കഴിഞ്ഞ് പുറത്തെടുക്കാം. ഇനിയും കാത്തിരിക്കണം. എനിക്ക് അത്ര ക്ഷമയില്ല രോഹ. ജനി വിളിച്ചു പറഞ്ഞപ്പോൾ തൊട്ട് കാത്തിരിക്കുന്നതല്ലേ നമ്മള്. ഇനിയും മായി മൊബൈൽ ഫോൺ ടേബിൾ വെച്ച് നിരാശയോടെ പറഞ്ഞു. രോഹൻ ഡോർ അടച്ചുകൊണ്ട് വേഗം വന്ന് സെറ്റിൽ മാഹിയോടൊപ്പം സ്ഥാനം പിടിച്ചു. അല്ല രോഹ, എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക, ഈ മണഗുണാഞ്ജനത് എന്തിന്റെ കേടാ? അല്പം മറ്റുള്ളൊഴിച്ച കാണാൻ സുന്ദരൻ, കോടീശ്വരൻ. ഈ ഡൽഹിയിലെ സുന്ദരിമാരെല്ലാം അവന്റെ ചിരിക്കുന്ന ഓട്ടത്തിന് വേണ്ടി കാത്തിക്കുമ്പോൾ അഹങ്കാരത്തിനും വാശിക്കും ദേഷ്യത്തിനുണ്ടായ ഒരു സാധനത്തിന്റെ പുറകെ നടക്കുന്നു. അവൾ എത്ര വട്ടം അവൻ ആട്ടിപ്പായിച്ചു. അറിയാവുന്ന തെറിയും പറഞ്ഞിട്ടുണ്ട്. നാണം കെടുത്തി വിടുന്നത് വേറെ. ഒരടിയുടെ കുറവുകൂടി ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അതും കിട്ടി. എന്നാലും അവൻ പഠിക്കില്ല. അവളുടെ പുറകെ ഇനിയും പോവും. നോയിക്കോ, എന്റെ ജനിയുടെ ഫ്രണ്ട് അവള്. എന്നിരുന്നാലും എന്നോടൊന്നും ഇതുവരെ ചിരിച്ചിട്ട് കൂടിയില്ല. അവളുടെ അപ്പം വലിയ മിനിസ്റ്റർ ആണെന്നുള്ള അഹങ്കാരം. അല്ല എന്താ പറയാ, എന്തോ എങ്ങനെ എന്റെ മഹി എല്ലാം അറിയുന്ന എന്റെ മുമ്പിൽ നിന്ന് തന്നെ വേണം ഈ കവടി നിരത്തില്. നീ ആദ്യം ലൈനടാ നോക്കിയത് അവളെ അല്ലേടാ. അവളോട് നേരിട്ട് പോയി പ്രണയം പറയാനുള്ള പേടിയുണ്ട് കൂടെ ധൈര്യത്തിന് കൊണ്ടുപോയതാ മറ്റവനെ. ദയവന്നു ഡിസ്റ്റ്. അവളെ കണ്ടത് അവന് പ്രേമം തലക്ക് പിടിച്ചു. അവളോട് നിന്റെ ഇഷ്ടം പറയാൻ സമ്മതിച്ചില്ല. നിനക്ക് പിന്നെ വേലിപ്പുറത്ത് ഒരു സാരി ഇടന്നാലും പ്രണയം തളർത്തി വരുന്നുണ്ട്. അവൾ അല്ലെങ്കിൽ അവളുടെ കൂട്ടുകാരി. വാവും ജനി ഇതൊന്നും അറിയാൻ നിന്റെ വലയിൽ വീണു. രോഹൻ മയ്യെ നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഡോർ വലിച്ചു തുറന്ന് ചുവന്ന മുഖത്തോടെ കയറുവെന്ന് പ്രതീക്ഷിച്ച ആള് പാട്ടും പാടി യാതൊരു കൂസലുമില്ലാതെ വരുന്നുണ്ട്. മയി രോഹനും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. മഹി ഇതെന്താടാ, ഇവന് കുൽക്കുമല്ലോ. കാമുകിയുടെ വിരൽ സ്പർശം കവിളിൽ പതിഞ്ഞ പാട് ചുവന്നെടുക്കുന്ന കണ്ടില്ലേ? ഇത് എന്ത് ജന്മം? രോഹൻ പതിഞ്ഞ സ്വരത്തിൽ പറയുന്ന കേട്ട് മയി അന്തം വിട്ടിരുന്നു. ഇനിയിപ്പോ പേടിച്ചിട്ട് ചോദിക്കാതിരിക്കേണ്ട കാര്യമില്ല. അവന് ഓസ്കാർ കിട്ടിയ സന്തോഷമാണല്ലോ. ഞാൻ ചോദിക്കാൻ പോവാ. മായി പറഞ്ഞു. രോഹൻ അതിനോട് യോജിച്ചുകൊണ്ട് തലയാട്ടി. എന്റെ കളരി പരമ്പര ദൈവങ്ങളെ കാത്തോളീൻ. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ശബ്ദമൊന്നും ശരിയാക്കി മായി ചോദിക്കാൻ ഒരുങ്ങിയതും അവൻ ഓടി വന്ന് മൈക്ക് രോഹനിടയിൽ കയറിയിരുന്നു. മായി, ഇന്ന് നിങ്ങൾക്ക് എന്താ ഒരു ട്രീറ്റ്? എന്താ വേണ്ടെന്ന് പറഞ്ഞാ മതി. അവൻ പറയുന്ന കേട്ടതും മായി രോഹനും ട്രീറ്റോ എന്തിന് എന്ന് ഒരുമിച്ച് ചോദിച്ചു. ഇന്ന് എന്റെ പെണ്ണെന്റെ കവളിൽ തൊട്ടടാ, അത് നോക്കുന്ന ആഘോഷിക്കണ്ടേ? അവൻ പറഞ്ഞതും തൊട്ടെന്നോ അവൾ നിന്റെ കാരണം പോയിച്ചെന്നാണല്ലോ ഞങ്ങൾ അറിഞ്ഞ്. മായി അവന്റെ മുഖത്ത് അടിയുണ്ട തിണത്ത പാടി നോക്കിക്കൊണ്ട് ചോദിച്ചതും അവനൊന്ന് ഉറക്കെ ചിരിച്ചു. അടിച്ചതായാലും ഇടിച്ചതായാലും അവളെ എന്നെ ഒന്ന് തൊട്ടില്ലേ, അത് മതിയടാ എനിക്ക്. മായിയുടെ മൂക്കിൻ തുമ്പിൽ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. എന്താടാ നിനക്ക് വട്ടായോ? നിന്നിങ്ങനെ വെറുക്കുന്ന ആട്ടിപ്പായിക്കുന്ന ഒരു പെണ്ണിനെ തന്നെ വേണം നിനക്ക്? അവളെക്കാളും ഭംഗിയും പഠിപ്പും കാശുള്ള എത്ര പെൺകുട്ടികളെ നിനക്ക് ചുറ്റുണ്ടടാ. അവരെയൊന്നും വേണ്ടാതെ നിന്നെ വേണ്ടാത്ത, നിന്നോട് ഒട്ടും ഇഷ്ടമില്ലാത്ത അഹങ്കാരത്തിന്റെ ബുർജ് ഖലീഫയെ തന്നെ വേണോടാ നിനക്ക്? രോഹൻ ചോദിച്ചതും മൈക്ക് രോഹനിടയിൽ നിന്ന് അവൻ അവർക്ക് അഭിമുഖമായി നിന്നു. ആര് പറഞ്ഞാലും അവൾക്ക് എന്നോട് ഇഷ്ടമില്ലെന്ന്? ഈ ലോകത്തെ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അവള് മാത്രം. പക്ഷേ ആ സ്നേഹത്തിന്റെ വില ഞാൻ അറിഞ്ഞ് ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണെന്ന് മാത്രം. എന്തുട്ട് ജന്മങ്ങളാ ഡാമായി? ഇതെന്തോ കൂടിയായിട്ടാണെന്ന് തോന്നുന്നു. ഇവൻ ഈ പുരാവസ്തു ഗവേഷണം നടത്തി ഭ്രാന്തായതാ. ഇപ്പൊ കൊണ്ടുപോയ വണ്ടി പോവാം, വൈകിനി ചങ്ങല വേണ്ടി വരും മോനെ. രോഹൻ പറഞ്ഞു. അവൻ ഉറക്കിയെന്ന് ചിരിച്ചു. പൊട്ടന്മാരെ, എന്റെ തലക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ എങ്ങനെയാണ് ഞാനിതെല്ലാം പറഞ്ഞു മനസ്സിലാക്കുകയെന്ന് എനിക്കറിയില്ല. പറഞ്ഞാലും നീയൊന്നും വിശ്വസിക്കില്ലടാ തെണ്ടികളെ. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് അടി കിട്ടിയ സന്തോഷം ആഘോഷിക്കുക. ഞാൻ ആദ്യമായിട്ട് എന്റെ പെണ്ണിന്റെ കരസ്പർശയേറ്റ സന്തോഷം ആഘോഷിക്കട്ടെ. വേഗം എബിയെ വിളിച്ച് ബിയർ ബോക്സ് കൊണ്ടുവരാൻ പറ. അപ്പോഴേക്കും ഞാനൊന്ന് ഫ്രഷായി വരാം. രോഹ, ഇത്രയേ ഉള്ളൂ മനുഷ്യന്മാരുടെ കാര്യം. കിട്ടാത്ത മുന്തിരി തേടി. മായി പറഞ്ഞു മുഴുമിക്കും മുമ്പേ അവന്റെ ചുണ്ടിലേക്ക് വന്ന് കാറിന്റെ കീ വീണു. മോനെ മഹി, അതുമാത്രം പറയരുത്. കിട്ടാത്ത മുന്തിരി തേടി കേദാർ പോവാറില്ല. എനിക്ക് കിട്ടാതെ പോയ മുന്തിരി കൈക്കലാക്കാൻ വേണ്ടിയേ പോകൂ. നീ പറഞ്ഞ അഹങ്കാരി പെണ്ണില്ലേ, അവൾ ഈ കേദാറിന്റെ മാത്രം പെണ്ണാ. കേദാറിന്റെ മാത്രം മേധസ്വി. കുളി കഴിഞ്ഞു വന്ന് തിടുക്കത്തിൽ കട്ടിലേക്ക് ഇരിക്കുന്നതോടൊപ്പം ബെഡിനിടയിൽ വെച്ചിരിക്കുന്ന ഡയറി എടുത്തതും കേദാറിന്റെ ചുണ്ടിലൊരു ചിരിമിന്നി. നീ വീണ്ടും പൂത്തു അല്ലടി കുറുമ്പിമല്ലേ. ഡയറിയിൽ എഴുതാനെന്നോണം കയ്യിൽ പിടിച്ചിരിക്കുന്ന പേന തിരികെ താളുകളിൽ വെച്ച് എണീക്കുമ്പോൾ അവന്റെ ചുണ്ടുകൾ മുഴയുന്ന കേട്ടിട്ടെന്നോണം മൂക്കിലേക്ക് വീണ്ടും മുല്ലപ്പൂ മണം ഇരച്ചു കയറി. എനിക്കറിയാം, എന്നത്തെയും പോലെ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ മാത്രമേ നിന്റെ കുറുമ്പ് എന്നെ തേടി വരികയുള്ളൂ എന്ന്. എന്നും ഇങ്ങനെയാണല്ലോ. എനിക്ക് ചുറ്റും വന്ന് എന്നെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോയി നീ അങ്ങ് പോവും. ഇത്തവണ അതന്നെയല്ലടി കുറുമ്പിമല്ലേ നിന്റെ ഉദ്ദേശം? നിന്നെ ഇങ്ങോട്ട് പറഞ്ഞേക്കുന്ന ആരാന്ന് എനിക്കറിയാൻ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഷെൽഫിൽ ഭദ്രമായി വെച്ചിരിക്കുന്ന വലംപിരി ശംഖ് കയ്യിലെടുത്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് നടക്കുമ്പോഴും മുഖത്തൊരു ചിരി മായാതെ അവനിൽ ഉണ്ടായിരുന്നു. ബാൽക്കണിയിൽ അവൻ നട്ടു നനച്ചു വളർത്തിയ മുല്ലച്ചെടിയിലെ പൂമുട്ടുകൾ വിരിയാൻ വെമ്പേൽക്കുന്ന കണ്ടു. അവൻ പൂമുട്ടിലൊന്ന് ചുണ്ടമർത്തിയതും പുറകിൽ നിന്ന് കശപിശ കേട്ട് തിരിഞ്ഞു നോക്കി. ഓ, സി ഐഡികളായിരുന്നു. എന്താണോ രണ്ടിനും ഉറക്കമല്ലേ?
കൊണ്ടുവന്ന ബിയറെല്ലാം നന്നായിട്ട് മോന്തിയില്ലേ? കേദാർ ചോദിച്ചു. മയൂരോവൻ അവന്റെ ഇരുവശവും വന്നിന്ന് അവന്റെ കയ്യിലെ ശങ്കിലേക്ക് ഉറ്റുനോക്കി. ഇതന്ന് കന്യാകുമാരി പോയപ്പോ കിട്ടിയതല്ലേ? ഇത് കളഞ്ഞില്ല നീ ഇതുവരെ? പുരാവസ്തു കൊണ്ട് ഈ ഫ്ലാറ്റ് മൊത്തം നിറഞ്ഞു. ഇനി ഇതും കൂടി വേണോടാ? മഹി ശങ്കിലേക്ക് തൊടാനെന്തോണം കൈ നീട്ടി ചോദിച്ചു. കേദാർ തടഞ്ഞു. വേണ്ട മഹി, അതിൽ തൊട്ട് കളിക്കരുത്. ഇതെനിക്ക് മാത്രം തൊടാൻ അവകാശപ്പെട്ടതാ. അതുകൊണ്ട് ഉറക്കങ്ങളായ രണ്ടുപേരും പോയി കിടക്കാൻ നോക്ക്. ഇല്ല മോനെ, ഞങ്ങളുടെ ഉറക്കം പോലും വേണ്ടില്ല. ഇന്ന് ഞങ്ങൾക്കൊരു കാര്യം അറിഞ്ഞേ പറ്റൂ. നീ നാണല്ലാതെ എന്തിനാണ് ആ മേധസ്വിയുടെ പുറകെ നടക്കുന്നത്? അതിനുള്ള ഉത്തരം തന്നെ ഞങ്ങൾക്ക് പോയേക്കാം. രോഹൻ പറഞ്ഞു. കേദാറൊന്ന് പുഞ്ചിരിച്ചു. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവൻ കസേരയിലേക്ക് ചാഞ്ഞിടന്നുകൊണ്ട് ചോദിച്ചതും മഹി രോഹനും കൂടി അനുസരണയോടെ തലയാട്ടി. അവന്റെ ഇരുവശത്തായി നിലത്തു വന്നിരുന്നു. നീ പറയടാ, നീ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, നിന്റെ സ്നേഹം സത്യമാണെങ്കിൽ അവളെ, നിന്റെ മേധുവിനെ ഞങ്ങൾ നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. നിന്നെ സ്നേഹിക്കുന്നവളായി. രോഹനുമായും ഒരേ സ്വരത്തിൽ പറഞ്ഞു. കേദാറിന്റെ മനസ്സിറങ്ങി. അവരോട് പറയാനായി അവൻ ഓർമ്മകളെ കൂട്ടുപിടിച്ചു. നിങ്ങൾക്ക് ഓർമ്മയില്ലടാ, നമ്മളൊന്ന് കന്യാകുമാരി പോയത്? അവിടെ വെച്ച് കടപ്പുറത്തിരിക്കുമ്പോഴല്ലേ ഈ ശംഖു വന്ന് എന്റെ കാലിൽ പതിച്ചത്. ഞാനൊന്നും കാര്യമാക്കിയില്ല. കാണാൻ നല്ല ഭംഗിയൊന്നുകൊണ്ട് ബാഗിൽ വെച്ചു. പിന്നെ ഇവിടെ ഒന്ന് ബാഗ് തുറന്നപ്പോഴാ ഞാനത് ശ്രദ്ധിച്ച്. അതിനുള്ളിൽ എന്തോ ഒരു കിലുക്കം. നോക്കിയപ്പോൾ 2 മഞ്ചാടി മണികൾ. ഒന്നിൽ കെ എന്നും മറ്റേതിൽ എം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കൗതുകം തോന്നി. ശംഖ് നന്നായിട്ടൊന്ന് പരിശോധിച്ചു. അപ്പോഴാ കണ്ണേട്ടന്റെ മീനൂട്ടി എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. അവൻ പറഞ്ഞു. മയൂരോഹനും ശംഖിലേക്ക് നോക്കി. ശംഖിന് മുകളിൽ കോരി വരഞ്ഞ് എഴുതിയിരിക്കുന്ന കണ്ട് മയൂരോഹനും ബാക്കി കേൾക്കാനെന്നോണം കേദാറിനെ നോക്കി. കണ്ണേട്ടന്റെ മീനൂട്ടി. ആരായിരിക്കും ഇവരെന്നോർത്ത് ഒരുപാട് നേരം കിടന്നു ഞാനന്ന്. പിന്നീട് എപ്പോഴും ഉറക്കത്തിലേക്ക് വീണു. അന്ന് ഉറക്കത്തിൽ ഞാനൊരു സ്വപ്നം കണ്ടു. ഈ ശംഖും പിടിച്ചു നിൽക്കുന്ന ഒരു പച്ച പട്ടുപാവാടക്കാരിയെ. ആ പട്ടുപാവാടക്കാരിക്ക് എന്റെ മേധുവിന്റെ മുഖമായിരുന്നു. കേദാർ പറഞ്ഞു നിർത്തിയതും അവിടെ ഉറക്കെയുള്ള ചിരി ഉയർന്നു. മതി മതി, ഒന്ന് നിർത്തിയടാ മോനെ കേദാ, രോഹൻ പറഞ്ഞു. മയ്യനെ തറപ്പിച്ചു നോക്കി. രോഹൻ, നമ്മൾ കന്യാകുമാരി പോയത് എന്താണെന്നറിയോ? 5 വർഷം മുമ്പ്. ഇവൻ മേധസ്വിയെ കാണുന്ന 6 മാസം മുമ്പാ. അന്ന് ഒരുപാട് പെൺകുട്ടികൾ ഇവന്റെ പുറകെ നടക്കുമ്പോൾ അവൻ നമ്മളോട് പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ടോ നീ? എന്റെ പെണ്ണ് എന്റെ മുമ്പിലെത്തിയാൽ എനിക്കറിയാം. അവളെ കാത്തിരിക്കുകയാണ് അവനെന്നും. അന്ന് ഞാനിത് ഇവന്റെ വട്ടായി എടുത്തുള്ളൂ. പക്ഷെ ഞാനിപ്പോൾ ഓർക്കുന്നു, എന്റെ കൂടെ ഇവൻ ആദ്യമായിട്ട് മേധസ്വിയെ കാണാൻ വന്നപ്പോൾ ഇവനുണ്ടായ ഭാവം. മായി ഓർത്തെടുത്തുകൊണ്ട് പറഞ്ഞു. കേദാറിന്റെ ചുണ്ടിലെ പുഞ്ചിരിക്ക് ഒന്നുകൂടി ഭംഗി കൂടി. സത്യമാണ് മായി നീ പറഞ്ഞ്. ഞാൻ തേടി നടന്ന അവൾ തന്നെയാണ് എന്റെ മീനൂട്ടിയെ. കേദാർ പറഞ്ഞു. രോഹൻ വീണ്ടും മഹിയെയും കേദാറിനെയും നോക്കി. ദൈവത്തെ ഓർത്ത് എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞുതരൂ പ്ലീസ്, രോഹൻ പറഞ്ഞു. കേദാർ വീണ്ടും ആ ശംഖിലേക്ക് നോക്കി. ഈ ശംഖ് പിടിച്ച് കിടക്കുന്ന രാത്രികളിലെല്ലാം ഞാൻ കാണുന്ന സ്വപ്നം അതെന്റെ തന്നെ കഥയായിരുന്നു. ഞാൻ സ്നേഹിച്ചില്ലാതാക്കിയ എന്റെ മീനൂട്ടിയുടെ കണ്ണേട്ടിന്റെ കഥ. മുജ്ജന്മത്തിലെപ്പോഴാവണം അവൾ എന്നെ സ്നേഹിച്ചത്. ഒരുപാട് സ്നേഹിച്ചു, ഒരുപാട്. അന്നത്തെ ആ സ്വപ്നം. കേദാർ വീണ്ടും ചിന്തകളിലേക്ക് തിരിഞ്ഞ് ശംഖിനോട് കിന്നാരം പറഞ്ഞ് അന്ന് ഉറങ്ങാൻ ഏറെ നേരം വൈകി. മാത്രമല്ല അത് കാതോരം ചേർത്ത് വെക്കുമ്പോൾ കേട്ടിരുന്നു കണ്ണേട്ട എന്നുള്ള വിളി. ആ വിളിക്ക് കാതോർത്ത് ഏറെ വൈകി. ഉറങ്ങാൻ നേരം ആ ശംഖ് കൂടെ തന്നെ ഉണ്ടായിരുന്നു. മയക്കത്തിലെപ്പോഴോ കണ്ണിൽ തെളിഞ്ഞ് അയൺ ചെയ്ത് മിനിക്കിയ ബ്രാൻഡഡ് ഷർട്ടിനും ജീൻസിനും പാറിപ്പറക്കുന്ന ചെമ്പൻ കോലം മുടിക്കും ഈ കട്ടത്താടിക്കും വിപരീതമായി നെറ്റിയിൽ ചന്ദനക്കുറിയും എണ്ണ തേച്ച് ചീകിയ തലമുടിയും മുണ്ടും ഷർട്ടും ഇട്ടൊരു സാധാരണ നാട്ടുംപുറത്തുകാരനായ മറ്റൊരു കേദാർ. സാരഥിയായി വില കൂടിയ കാറിന് പകരം ഒരു പഴയ സൈക്കിൾ. വേഗത്തിലുള്ള സൈക്കിൾ യാത്ര കൊണ്ടെത്തിച്ച് ഒരു ക്ഷേത്രമുറ്റത്താണ്. കൽപ്പടവിലുള്ള ഒരു പുരാതന ക്ഷേത്രം. ക്ഷേത്രത്തിലേക്ക് കയറാതെ ആരെയോ കാത്ത് സൈക്കിളിൽ തന്നെ ഇരിക്കുമ്പോഴാണ് കയ്യിലൊരു പൂത്തട്ട് നിറയെ മുല്ലപ്പൂമാലയും പച്ചപ്പട്ട് പാവാടയും അണിഞ്ഞ് മുടി നിറയെ മുല്ലപ്പൂ ചൂടി അവൾ വരുന്നത് കണ്ടത്. തന്നെ കണ്ടതും അതുവരെ മുഖത്തുണ്ടായിരുന്ന ചിരിമാഞ്ഞു. തന്നെ തുറിച്ചോ നോക്കി മുഖം വെട്ടിച്ച് കൽപ്പടവുകൾ കയറിപ്പോകുന്ന കണ്ടതും സൈക്കിളിൽ നിന്നിറങ്ങി അവൾക്ക് പുറകെ നടന്നു. തന്റെ സാന്നിധ്യം അറിഞ്ഞും അവൾ നടത്തതിന് വേഗത കൂട്ടി. താനുണ്ടോ വിടുന്നു പുറകെ അതേ വേഗത്തിൽ നടന്നു. ശ്രീകോവിലിന് മുമ്പിൽ ചെന്ന് കയ്യിലുള്ള പൂത്തട്ട് നടിൽ വെച്ച ശേഷം താൻ പുറകിലുണ്ടെന്ന് ഉറപ്പുവരുത്താൻ എന്ന പോലെ അവളൊന്ന് തിരിഞ്ഞു നോക്കി. അവൾ നോക്കി നന്നായെന്ന് ചിരിച്ചു കാണിച്ചെങ്കിലും മുഖത്തെ ദേഷ്യം മാറ്റാതെ അവൾ നേരെ ശ്രീകോവിലേക്ക് നോക്കി. ഞാനിന്ന് പലതും പറയും, അത്രയ്ക്ക് ദേഷ്യം വരുന്നില്ല എനിക്ക് ഉറക്കൊന്നുമില്ലാതിരിക്കാൻ ഞാൻ വവ്വാലൊന്നല്ല. എനിക്കുണ്ട് ഉറക്കം. ഇനി എന്റെ ഉറക്കങ്ങളെ വന്നാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. അവൾ പറഞ്ഞ ശേഷം ഇടങ്ങണിട്ട് തിരിഞ്ഞു നോക്കി. എന്താ മീനാക്ഷി മോളെ, ഭഗവാനോടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഭഗവാൻ എന്താ മോൾ ഉറങ്ങാൻ സമ്മതിക്കണില്ലേ? ശ്രീകോവിൽ നിന്നും തീർത്ഥവും പ്രസാദവുമായി വരുന്ന തിരുമേനിയുടെ ചോദ്യം കേട്ടതും അവളുടെ മറുപടിക്കായി കാതോർത്ത് നിന്നു. എന്റെ തിരുമേനി, ഈ കണ്ണനെന്ന് പേരുള്ളവനെല്ലാം കള്ളന്മാരാ. എന്റെ മുന്നിലുള്ള കണ്ണന് എത്ര വെണ്ണ കെട്ടു, ചേല കെട്ടു, ഗോപിമാരുടെ മനസ്സ് കെട്ടു. പിന്നെ നിൽക്കുന്ന കണ്ണം കെട്ടത് എന്റെ മനസ്സ് മാത്രമാണെന്ന് മാത്രം. അത് പറഞ്ഞ് തനിക്ക് മാത്രം കേൾക്കാൻ പാകത്തിനായിരുന്നു. ഭഗവാന്റെ ഓരോ ലീലാവിലാസങ്ങളല്ലേ കുട്ടിയെല്ലാം. തിരുമേനി അവളെ നോക്കി പറഞ്ഞുകൊണ്ട് പൂത്തട്ടെടുത്തു. പോകുമ്പോൾ അവൾ ഒന്നുകൂടി തന്നെയും തിരിഞ്ഞു നോക്കി.
കുളിച്ച് കുറിയോട്ട് അണിഞ്ഞൊരുങ്ങി നിന്നോളും. എന്നാലല്ലേ റോഡിലൂടെ പോകുന്ന എല്ലാ അവളുമാരെയും നോക്കി ഇളിച്ചെക്കാൻ പറ്റൂ. ആരാണെന്നാവോ വിചാരം. കുറേ എണ്ണത്തിന് പുറകെണത് എന്തായി? ഈ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് കൈകൂപ്പി നിന്ന് ശ്രീകോവിലെ കണ്ണനെ നോക്കിയാണ് പറയുന്നെങ്കിലും ഇതെല്ലാം പുറകിൽ നിൽക്കുന്ന കണ്ണനെ ഉദ്ദേശിച്ചാണ് നന്നായിട്ട് മനസ്സിലാവുന്നതിൻ്റെ കുശുമ്പി പെണ്ണേ. ആളുടെ കാതോരം ചേർന്ന് പറയുമ്പോൾ കൈമുട്ടുകൊണ്ട് ഇടനെഞ്ചിലേക്ക് ഒരു തൊഴി തന്നു. എന്നോടുള്ള ദേഷ്യം കണ്ണനോട് തീർക്കേണ്ട പെണ്ണേ. എന്നെ നോക്കി പറയാനുള്ളത്. എനിക്ക് പറയാനൊന്നുമില്ല. 2 കണ്ണന്മാരും കണക്കാ. തിരുമേനി എന്റെ പൂത്തടിങ്ങി തന്നെ എനിക്ക് പോവാം എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് പുച്ഛത്തോടെ നോക്കിയവൾ. ഇതെന്താ മോളെ പൂത്തട്ടിലൊരു ശംഖ്? ഇത് ഭഗവാനുള്ളതാണോ? പൂത്തടിലെ ശംഖ് നോക്കി തിരുമേനി ചോദിച്ചു. അവൾ ആ പൂത്തടി തിരികെ വാങ്ങി. തിരുമേനി, ഈ ശംഖിനെ ഇവളെ ഒരുമിച്ചാ പെറ്റിട്ട് ഏതു നേരം ഇത് കയ്യിലുണ്ടാവും. എപ്പോഴും അതിൽ നോക്കി സംസാരിക്കില്ല ഇവളുടെ പണി. അല്ലെങ്കിൽ ഈ മാലകെട്ടിലും കിന്നാരം പറയല്ലാതെ ഇവൾക്ക് എന്താ പണിയുള്ളത്? തിരുമേനിയെ നോക്കി പറഞ്ഞു കേട്ട് ഒട്ടും രസിക്കാതെ അവൾ ചാടിത്തുള്ളി പോകുന്നുണ്ടപ്പോൾ ചിരിയാണ് വന്നത്. നീ ചാടിത്തുള്ളി പോയാൽ ഏതുവരെയെന്ന് എനിക്കറിയാൻ പെണ്ണേ. മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾക്ക് പിറകെ നടക്കുമ്പോൾ ഉള്ളിൽ നിറയെ അവളോടുള്ള സ്നേഹം മാത്രമായിരുന്നു. അവളെ തേടിയുള്ള നടത്തം ക്ഷേത്രത്തിന് മുൻവശത്തുള്ള നിലംപതിക്കാറായ കൽമണ്ഡപത്തിലെത്തിയതും പതിവ് പോലെ മുഖം വീർപ്പിച്ച് കയ്യിൽ അവിടെ വലംപിരി ശംഖും പിടിച്ച് എണ്ണിപ്പെറുക്കി ഇരിപ്പുണ്ട്. മീനുട്ടി, കണ്ണിന്റെ പൊന്നെ, മതിയടി പിണങ്ങിയത്. നല്ല മോളല്ലേ? എന്താ മുത്തല്ലേ? ക്ഷമിക്കടി എന്നോട്. നിനക്കറിയാലോ ഉറക്കം വിട്ടൊരു കളി എനിക്കില്ലെന്ന്. ഉറക്കം വന്നാ പിന്നെ പറഞ്ഞു മുഴുമിക്ക് മുമ്പേ ചുണ്ടിൽ വിരലുകൾ തടസ്സം തീർത്തു. മതി, കേട്ട് മടുത്തു. എനിക്കൊണ്ട് ഉറക്കം. എന്നിട്ടും പുലരുവോളം കാത്തിരിക്കും കിങ്ങിണിയുടെ ചെറുകിനടി വെച്ച് അയക്കുന്ന കത്തിന് ഒരു മറുപടിക്ക് വേണ്ടി. പാവം എന്നെ പോലെ ആ പാവം പ്രാവിനെ ഉറക്കാതെ മൂപ്പര് സുഖമായിട്ട് കിടന്നുറങ്ങും. ഒക്കെ എൻ്റെ തലയിലെഴുത്താ. എത്ര നല്ല ചെക്കന്മാർ പുറകെ നടന്നിരുന്ന. എന്നിട്ട് ആദ്യമായിട്ടാ നമസ്തേ പറഞ്ഞ് പ്രേമിച്ചൊരു ഭൂലോക വായി നോക്കിയേ. മീനുട്ടി, ഏതാവന്മാരും വന്നാലും ഈ കണ്ണേട്ടൻ്റെ സ്നേഹത്തിന് ഒക്കുക മോളെ. ഞാൻ തനി പത്തരമാറ്റ് തങ്കമല്ലേ? പിന്നെ വെറും തങ്കല്ല, തങ്കക്കട്ടി. ഞാൻ പറഞ്ഞാൽ കൂടിപ്പോകും കണ്ണേട്ടാ. എന്റെ സ്വഭാവം ശരിക്കും അറിഞ്ഞിട്ടല്ലേടി നീ പ്രണയിച്ചു. എന്നിട്ട് എന്നെ കുറ്റം പറയല്ലേ? കുറ്റമൊന്നും ഞാൻ പറഞ്ഞില്ല. ചെയ്യുന്ന ഓരോ കാര്യം പറഞ്ഞതാ. ആര് കണ്ണിയുടെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ അച്ഛൻ്റെ അമ്മയുടെയും കണ്ണുവെട്ടിച്ചാ കത്തെഴുതിക്ക് ഇങ്ങനെയോട് പറത്തി അങ്ങോട്ട് അയക്കുന്നത്. അതിന് മറുപടി ഒരാൾ കിടന്നുറങ്ങും. എനിക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ട് മുമ്പ് പ്രേമിച്ച പെണ്ണുകളുടെ പേര് പറഞ്ഞു എന്നെ ദേഷ്യം പിടിപ്പിക്കും. എന്തെങ്കിലും വയ്യായി കണ്ണിനുണ്ടെങ്കിൽ പുറകെ കിടന്ന് ചോദിക്കുന്ന എനിക്ക് എന്തെങ്കിലും വന്നാൽ ഒരു വാക്ക് ചോദിക്കില്ല. ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ ഒന്നും എൻ്റെ കൂടെ ഉണ്ടാവുകയില്ല. പോരാത്തിന് കുറേ കൂട്ടുകാരുണ്ട്. അവർ കിട്ടിയാൽ പിന്നെ എന്നെ ഓർക്കുകകൂടി ചെയ്യില്ല. ഏത് നേരം കണ്ണേട്ടിനെ ഓർത്ത് കാത്തിരിക്കുന്ന എന്നെ മറിക്കാൻ എങ്ങനെ പറ്റുന്നേ? 24 മണിക്കൂർ എന്നെ ഓർക്കണമെന്നോ എൻ്റെ കൂടെ വേണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ കുറച്ചേരം, വളരെ കുറച്ചേരം എനിക്ക് വേണ്ടി മാറ്റി വെച്ചൂടെ? അതും ചെയ്യില്ല. എല്ലാ തിരക്കും കഴിഞ്ഞ് കൂട്ടിനാരും ഇല്ലാതെ മുഷിയുമ്പോൾ മാത്രം എൻ്റെ മുഖം ഓർമ്മ വരും. അല്ലേ കണ്ണേട്ടാ? മീനുട്ടി, എന്താടി ഇത്? മലയാളം പരീക്ഷയ്ക്ക് എഴുതുന്ന പോലെ കുത്തും കോമ എന്നെല്ലാം അങ്ങ് പറഞ്ഞു പോവാണോ? പറഞ്ഞാൽ ഇന്നൊരു ദിവസം തെയ്യാണ്ട് വരും. അതുകൊണ്ട് ഞാൻ പോണു. പോലെ കണ്ണേട്ടൻ്റെ അടുത്ത് ഇത്തിരി നേരം ഇരിക്കടി നീ. ഞാനിനി നന്നായിക്കൊള്ളാം. നീയാണ് സത്യം. മിണ്ടി പോരുത്. കള്ളസത്യം ചെയ്ത് തല പൊട്ടിത്തെറിക്കാറാ എൻ്റെ എന്നും പറയുന്ന പോലെയല്ല. എൻ്റെ മോളെ വിട്ട് ഞാൻ എങ്ങും പോവില്ല. ഓരോ തിരക്കും കാര്യം വരുമ്പോൾ അതിൻ്റെ പിറകെ പോകുന്ന, അല്ലാതെ നിന്നെ ഇഷ്ടമില്ലായിട്ട് ഓർക്കാനായിട്ടൊന്നല്ല പൊന്നെ. നീയല്ലേ കണ്ണേട്ടൻ്റെ എല്ലാം. ഞാൻ ശ്വസിക്കുന്ന ശ്വാസം പോലും. ശരിക്കും ആണോ കണ്ണേട്ടാ? പിന്നല്ലാണ്ട്. എന്നാലേ എനിക്കൊരു സത്യം ചെയ്തു തരുമോ? എന്നെ വിട്ട് എങ്ങും പോയില്ലെന്നും എന്ത് തിരക്കും കാര്യം ഉണ്ടെങ്കിലും എന്നെ ഓർക്കാതിരിക്കില്ലെന്നും ഇനി പണ്ടത്തെ കാമുകമാരുടെ പേര് പറഞ്ഞ ദേഷ്യം പിടിപ്പിക്കില്ല എന്നും കിങ്ങിണിയുടെ അടുത്ത് രാത്രി കത്ത് കൊടുത്തുവിടുന്നു. ഒരു സത്യവും കുറെ കാര്യങ്ങളും അല്ലേ മീനൂട്ടി? എന്തായാലും വേണ്ടില്ല. എൻ്റെ മീനൂട്ടിയെ സങ്കടപ്പെടുന്ന ഒരു കാര്യവും നിന്റെ കണ്ണേട്ട് ഇനി ചെയ്യില്ല. സത്യം. എൻ്റെ മീനൂട്ടി കുറുമ്പിയാണേ സത്യം. മതിയോ? മതി. ഇനി ഈ സത്യം തെറ്റിച്ചാ എൻ്റെ കണ്ണേട്ടിനാണ് സത്യം. ഞാൻ കന്യാകുമാരി ദേവിയുടെ കടലിൽ ചാടി ചാവും. സത്യം. മീനൂട്ടി, നല്ല കിട്ടും എൻ്റെ കയ്യിൽ നിന്ന്. മധുര വർത്താനം പറഞ്ഞ. ഇല്ല, പറയുന്നില്ല. നല്ല കണ്ണേട്ടനായിട്ട് ഇരുന്നാൽ മതി. ഈ മീനൂട്ടിയുടെ മാത്രം കണ്ണേട്ടൻ. എന്ന് എപ്പോഴും മീനൂട്ടിയുടെ മാത്രം കണ്ണേട്ടനാ. അപ്പോൾ പിണക്കം മാറിയല്ലോ. ഇനി എനിക്ക് ഒരാളുള്ളേക്ക് തന്ന ഒരു കൂട്ടം തരാം. അയ്യേ, ഇവിടെ വെച്ചോ? വേണ്ട കണ്ണേട്ടാ, ആരെയും കാണും. കണ്ടാലിപ്പോ എന്താ? തരുന്നുണ്ട് ഈ താടി. എന്തേ നിർത്തിയേ? എൻ്റെ പൂർവ്വകാമിക്ക് അശ്വരി ചോദിച്ചാൽ അവളിപ്പോൾ തന്നെ തന്നേനെന്നല്ല പറയാൻ വന്ന്. ഇപ്പൊ സത്യം ചെയ്ത് തന്നിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഈ പെണ്ണിന് എൻ്റെ മനസ്സിലുള്ള എല്ലാം അറിയാലോ കൃഷ്ണ. ഇപ്പൊ പിടികൊടുത്ത ഇവളെൻ്റെ തല തല്ലി പൊളിക്കും. അതുകൊണ്ട് ഒരു നമ്പർ വെക്കാൻ പോവാണ്. കൂടെ നിന്നോണേ. എൻ്റെ മീനൂട്ടി നിനക്കിപ്പോൾ വന്നു എന്നെ ഒരു വിശ്വാസമില്ലല്ലോ. ഞാൻ എൻ്റെ ചേച്ചിയുടെ മകൾ അമ്മൂട്ടി തരുമെന്ന് പറയാൻ വന്ന് അപ്പോഴേക്കും അവളൊരു അശ്വതിയെ താഴെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ആണോ ഏട്ടാ? ശരിക്കും അമ്മൂട്ടി തന്നെയാണോ പറയാൻ വന്ന്? ഞാൻ എന്ത് പൊട്ടിയ ഇനി പറയില്ല കേട്ടോ. എന്നാ എൻ്റെ മോളിങ് വാ. വരിക ചെയ്യാം, പക്ഷേ ഒരു പക്ഷേയും ഇല്ല. ഇവിടെ വാടി കുറുമ്പി എന്നും പറഞ്ഞ് അവൾ തന്നിലേക്ക് അടുപ്പിക്കുമ്പോൾ ഉള്ളിലുള്ള സ്നേഹം മുഴുവൻ അവളിലേക്ക് പകരാൻ കൊതിയായിരുന്നു. അവൾ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എന്നിട്ടും അവൾ കൊടുത്ത വാക്കൊന്നും എൻ്റെ ചിന്തയിൽ നിന്നില്ല. അരികിലുള്ളപ്പോൾ കാണിക്കുന്ന സ്നേഹം ഞാൻ ഇടയ്ക്ക് മറന്നുപോയതോ അതോ ഓരോ കാര്യങ്ങൾ പെടുമ്പോൾ വിട്ടുപോകുന്നോ അറിയില്ല.
എന്നിട്ട് 1000 വട്ടം അവളെല്ലാം ക്ഷമിച്ചു. എൻ്റെ നിഴൽ പോലെ നിന്നു. ഒടുക്കം അത്രക്കും സഹിക്കാൻ കഴിയാതെയാവണം അവൾ പറഞ്ഞ സത്യം പോലെ കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോയത്. അവൾ തരുന്ന സ്നേഹത്തിൻ്റെ ഒരു കണിക പോലും അന്ന് ഞാൻ തിരികെ കൊടുക്കുന്നില്ല എന്ന് തോന്നിയതുകൊണ്ടാവാം എല്ലാം ഉപേക്ഷിച്ച് അവൾ പോയത്. അവളെ കെട്ടിപ്പിടിച്ച് ഞാൻ ഇങ്ങനെയല്ലേ, നിനക്കറിയാവുന്നല്ലേ, ക്ഷമിക്കടി എന്നും പറഞ്ഞ് പിണക്കം തീർക്കാൻ പറ്റാതെ പോയി അന്ന്. നീയാണ് എനിക്കെല്ലാം എന്ന് വിളിച്ചു കൊണ്ടുണ്ടായിരുന്നു. ഒന്നും അവൾ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. പക്ഷെ അവൾ ആഗ്രഹിക്കുന്ന നേരത്ത് എനിക്ക് അവൾക്കരിയിലെത്താൻ കഴിഞ്ഞില്ല. അല്ലാതെ ഇഷ്ടമില്ലായിട്ടല്ല. അതുകൊണ്ടാവും ഇങ്ങനൊരു ജന്മം കൂടി തന്ന്. എൻ്റെ ആ മീനൂട്ടിയാണ് ഈ ജന്മം മേധസ്സിയായി വന്നിരിക്കുന്നത്. അന്ന് എനിക്ക് അവൾക്ക് നൽകാൻ കഴിയാതെ പോയ സ്നേഹം, കരുതൽ എല്ലാം ഈ ജന്മം തിരികെ കൊടുക്കണം തോന്നി. അതുകൊണ്ടാ നാണില്ലാതെ അവളുടെ പുറകെ ഇപ്പോഴും നടക്കുന്നത്. അന്ന് അവളുടെ സ്നേഹം എൻ്റെ പുറകെ വന്നപ്പോൾ എനിക്കൊരു വിലയുണ്ടായിരുന്നില്ല. ആ വില ഇന്ന് ഞാൻ നീട്ടുന്ന സ്നേഹം അവൾ വെറുപ്പോടെ വലിച്ചെറിയുമ്പോൾ അറിയുന്നു. ഒരുപക്ഷെ ഒരു പെണ്ണ് സ്നേഹിക്കുന്ന പോലെ ഒരാളിനെ സ്നേഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾ സ്നേഹിക്കുമ്പോൾ എല്ലാം മറന്ന്, എല്ലാം സഹിച്ച്, എല്ലാം ത്യജിച്ചുകൊണ്ട് സ്നേഹിക്കും. നമ്മളോ കൂടെയുള്ളപ്പോൾ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അതില്ലാതാകുമ്പോഴുള്ള ശൂന്യത എല്ലാം മനസ്സിലാക്കി തരും. എന്ത് തിരക്കുകളുണ്ടെങ്കിലും ബന്ധങ്ങൾ കൈവിടാതിരിക്കണം. എല്ലാം കഴിഞ്ഞ് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ആരും ഉണ്ടായെന്ന് വരില്ല. മെയ്തു എന്നെ സ്നേഹിക്കുന്ന ഒരു നാൾ വരും. അന്ന് ഞാൻ പറഞ്ഞോളാം അവളോട് ഈ കഥ. അതുവരെ എൻ്റെ മീനൂട്ടിനോട് ദേഷ്യം തീർക്കട്ടെ, അല്ലേ? കേദാർ ചാരുകാസയിൽ നിന്നീറ്റ് മയ്യയും രോഹനെയും നോയി ചോദിക്കുമ്പോൾ ഇരുവരും ഒന്നും മിണ്ടാതെ എല്ലാം ഒരു ചിരിയിലൊതുക്കിയിരുന്നു. പക്ഷേ മയ്യയുടെ പോക്കറ്റിൽ കിടക്കുന്ന മൊബൈലിന്റെ മറുഭാഗത്തെല്ലാം കേട്ടിരിക്കുന്ന 2 മിഴികൾ നിറഞ്ഞൊഴുകി. മൊബൈൽ ജനിയെ ഏൽപ്പിച്ചുകൊണ്ട് റൂമിലേക്ക് ചെന്നവൾ കണ്ണാടിയിലേക്ക് നോക്കി ഒരേ നിൽപ്പ് നിന്നു. മീനൂട്ടി, നിന്നെ തേടി നിന്റെ കണ്ണേട്ടം വന്നു. ഇനി ദേഷ്യം മാറ്റി ഞാൻ സ്നേഹിച്ചോട്ടെ അവനെ. എന്നും സ്വപ്നത്തിൽ കാണാറുള്ള അവ്യക്തമായ ആ മുഖം അവൻ്റേതാണെന്ന് ഇത്രനാളും അറിഞ്ഞിരുന്നില്ല. എന്തെങ്കിലും ആ മുഖം മറിഞ്ഞേക്ക് തെളിയുന്ന പ്രതീക്ഷയിലാണ് ഇത്രയും നാളും കാത്തിരുന്ന്. പക്ഷെ ആ മുഖത്തിൻ്റെ അവകാശിയാണ് ഇത്ര നാളും ആട്ടിപ്പായിച്ചെന്ന് ഓർക്കുമ്പോൾ വിഷമമുണ്ട്. ഒന്നും വേണമെന്ന് കരുതിയല്ലല്ലോ. സോറി കേദാർ, അല്ല കണ്ണേട്ട. കാണിച്ച വെറുപ്പെല്ലാം വെറുതെ ആയിരുന്നെന്ന് പറഞ്ഞോട്ടെ ഞാൻ. ഈ ജന്മമെങ്കിലും ഒന്നു ചേരാൻ സ്വപ്നം കണ്ട് തുടങ്ങിയ ഞാൻ കണ്ണേട്ടൻ്റെ മാത്രം മീനൂട്ടി.